ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ ഗ്രാനി ജയിക്കണമെന്ന് പഠിപ്പിച്ചു തരാം വിത്ത് എക്സാമ്പിൾ ഓഫ് പ്രാക്ടീസ് മോഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് മോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രാനി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരു അപകടവും മാറിയിട്ടില്ല. എന്നുവെച്ചാൽ വീട്ടിലാരും ഉണ്ടാവില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, സോ ഈ കാർ ബാറ്ററി നമ്മൾ നേരെ ഈ ഭാഗമല്ലേ, ഇത് ഗ്രാനി അമ്മച്ചിയുടെ റൂമാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം തള്ളിയിട്ട് ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് വെപ്പൺ കീ വെച്ചിട്ടാണ് തുറക്കേണ്ടത്. കാണിച്ചു തരാം. കണ്ടില്ലേ, അതിനീടെ വെപ്പൺ കീ. പിന്നെ ഇതും ഒന്ന് തട്ടിയിടുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു വേണ്ട പാർട്ട് ഓഫ് ഷോട്ട് ഗൺ. ഈ പാർട്ട് ഓഫ് ഷോട്ട് ഗൺ 4-3 പീസായി കഴിഞ്ഞാൽ നമുക്ക് ഷോട്ട് ഗണ്ണ് കിട്ടും, അമോയും കിട്ടും. പിന്നെ ഈ മരത്തിൻ്റെ ഈ സാധനം ഇങ്ങനെ തുറക്കാൻ പറ്റും. അല്ല, അവിടെ ഞെക്കി കഴിഞ്ഞാൽ അവിടെ വീൽ ക്രാങ്ക് യൂസ് ചെയ്യേണ്ട എവിടെയാണെന്നും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങുക. പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇത് എവിടെ കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇല്ലേ, ഇവിടേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഇവിടെയാണ് കാറിൻ്റെ സ്ഥലം. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വെക്കേണ്ടത്. നമുക്ക് വെച്ച് സെറ്റായി. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തുറക്കാൻ പറ്റും. നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഓരോ പാട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംഭവം കിട്ടും. അപ്പോൾ സേഫാവും. പക്ഷേ ഇതിൽ ആകെ 2 പ്രാവശ്യത്തെ അതിൻ്റെ യൂസേജ് ഉള്ളൂ. കാരണം ആരും ഇല്ലല്ലോ. ഇന്ന് കാക്കയെ വെടിവെച്ച് കൊല്ലാനും പിന്നെ മറ്റേ എന്തോ ഒരു സീക്രട്ട് റൂമില്ലേ, ആ സീക്രട്ട് റൂം ഇതാക്കാനും മാത്രമേ വേണ്ടൂ. ഇവിടെ നമുക്ക് ആവശ്യം കട്ടിങ് പ്ലെയേഴ്സാണ്. അവിടെ കണ്ടില്ലേ, ഗ്യാസിലിൻ ക്യാൻ. ഇതും കാർ എസ്കേപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. കാർ എസ്കേപ്പിന് ആദ്യം കാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതെന്തായാലും ചിലപ്പോൾ ആ ബാത്റൂമിൻ്റെ അവിടെയാകും. ഞാൻ സീക്രട്ട് റൂം കാണിച്ചു തരാം. ആ സീക്രട്ട് റൂമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ഒരു കാക്കയെ ഞാൻ പറഞ്ഞില്ലേ, ആ കാക്കയുടെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഒന്നുമില്ല, കണ്ടില്ലേ. ഇവിടെ നമുക്ക് വെക്കാനുള്ളത് ബേർഡ് സീഡാണ്. ബേർഡ് സീഡ് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്ക ഇങ്ങോട്ട് വരും. അല്ലാതെ നമ്മൾ ഈ കാക്കയുടെ അടുത്ത് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യാൻ നോക്കിയാൽ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളെ കൊത്തും. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെയാവും. ഇനി ഇവിടേക്ക് ഇറങ്ങിയാലും ഇതാണ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് റൂം. അത് വെടിവെച്ചിടുകയാണ് വേണ്ടത്. കാണിച്ചു തരാം. ആ ഒരു ചുവപ്പ് സാധനമല്ലേ, ലോലിപോപ്പ് പോലത്തെ ഒരു സാധനം, അതാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ വുഡൻ സ്റ്റിക്കും നമുക്ക് ആവശ്യമാണ്. പിന്നെ ഒരു ഫ്രീസാക്കണ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ സാധാരണ ഒരു ബാഡ് ലോക്ക് കോഡ് ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഹാമറാണ്. കാണിച്ചു തരാം. പിന്നെ ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് ആ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടും കൂടി കൊണ്ടുവന്ന് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സ്പാർക്ക് പ്ലഗും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ എല്ലാം താഴത്ത് കൊണ്ടുപോയിടാം. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിടുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ടാൽ അതിനെല്ലാം ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ മതിയല്ലോ. പിന്നെ കാർക്ക് ആ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കൂടുതലും ആ കാറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിക്കിയിൽ നിന്ന് കൂടുതൽ വെപ്പൺ കീ കിട്ടാനാണ് ചാൻസ്. അല്ലാതെ ഹാമറും കിട്ടും, പക്ഷെ വെപ്പൺ കീ കിട്ടാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് ഈ ഷോട്ട് ഗൺ എടുക്കാം. പാർട്ട് ഓഫ് ഷോട്ട് ഗൺ.
അതൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കുക. അത് തന്നെ എല്ലാം ഇവിടെ കൂട്ടിയിടുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങ് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ വേഗം എല്ലാം ആവുമല്ലോ. എന്തായാലും ഗണ്ണിൻ്റെ ഫുൾ പാർട്ടും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ 2 സ്ഥലത്തു നിന്ന് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇവിടെ എന്തോ വീൽ ക്രാങ്ക് അല്ലല്ലോ. വീൽ ക്രാങ്കിന് ആദ്യം സ്പൈഡർ കീ വേണം. സ്പൈഡർ കീ എവിടെ വെക്കണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ റൂമില്ലേ, ഇതാ ഈ ബുക്കൊക്കെ ഇരിക്കുന്ന ഇതാ ഈ സാധാരണ ഇത് ഉണ്ടാവാറില്ല, ഇങ്ങനെ താഴ്ത്തി കിടക്കാറില്ല തുടങ്ങുമ്പോൾ. ഇതാ ഈ ലിവറിൽ പിടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിങ്ങനെ പോന്നു. ഇത് രണ്ടും തുറന്നു നോക്കൂ. കട്ടിങ് പ്ലേസ് കിട്ടി. കട്ടിങ് പ്ലേസ് നമുക്ക് ആവശ്യമുണ്ട്. ഡോർ എസ്കേപ്പിന് ആവശ്യമുണ്ട്. കാർ എസ്കേപ്പിന് ആവശ്യമുണ്ട്. കാർ എസ്കേപ്പ് അല്ല എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നമുക്ക് മുറിക്കാം, കണ്ടില്ലേ. പിന്നെ ഇവിടെ തണ്ണിമത്തൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ സ്പെഷ്യൽ കീ ആണ്. സ്പെഷ്യൽ കീയും അതൊരു മീറ്റ് കണ്ടുപിടിക്കണം ആദ്യം, സ്പെഷ്യൽ കീ ആണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും തപ്പി നോക്കണം ആദ്യം. ഓക്കെ, കണ്ടില്ലേ പാഡ്ലോക്ക് കോഡ്. ഞാൻ പറഞ്ഞില്ലേ ഒരു കോഡ്, ആ കോഡാണ് ഈ പാഡ്ലോക്ക് കോഡ്, ഈ മഞ്ഞ കോഡ്. പാഡ്ലോക്ക് കോഡ് ഉണ്ടായിട്ട് പാഡ്ലോക്ക് കീ കിട്ടില്ല. പാഡ്ലോക്ക് കോഡ് വെച്ചതാ ഈ സംഭവമില്ലേ, ഈ നമ്പറൊക്കെ എഴുതിയിട്ടിരിക്കുന്നത്, ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിടാൻ പറ്റും. ഈ പീസ് ഓഫ് പെയിൻറ്റിങ് ആവശ്യമുണ്ട്. പീസ് ഓഫ് പെയിൻറ്റിങ് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ഷോട്ട് ഗൺ അടുത്ത പാർട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ടുപോകണം. പിന്നെ അവിടെ എന്തോ കാണുന്നുണ്ട്. ഇതാണ് ഈ ബുക്ക് നമ്മൾ കണ്ടില്ലേ, ഒരു സാധനം ഇങ്ങനെ നമ്മൾ തുറന്നില്ലേ, അതിലാണ് ആവശ്യമുള്ളത്. ഞാൻ കാണിച്ചുതരാം. നമ്മൾ ആ ലിവർ വലിച്ചൂരിയല്ലോ, അത് വലിച്ചൂരെല്ലാം വെച്ചാൽ തുറന്നോലോ, അവിടെയാണ് നമുക്ക് വെക്കേണ്ടത്. ഇതാ അത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് സ്പൈഡർ കീ കിട്ടും. ഇവിടെയാണ് സ്പെഷ്യൽ കീ യൂസ് ചെയ്യാനുള്ളത്. നമുക്ക് ഹാമറും വേണം. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു സാധനം തിളങ്ങുന്നില്ല, സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ നമുക്ക് ആദ്യം വെപ്പൺ കീ വേണം, അല്ലെങ്കിൽ ഷോട്ട് ഗൺ വേണം. ഓക്കെ, പീസ് ഓഫ് പെയിൻറ്റിങ് കുറേ കിട്ടി കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്തും തപ്പി നോക്കണം, എവിടെ നിന്നാ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ ഇഴഞ്ഞു വരുന്ന, കണ്ടില്ലേ, ഇത് തന്നെ. ഇതിൻ്റെ മോളിക്കുണ്ട്, കാണിച്ചു തരാം. അതിന് ആദ്യം സ്പെഷ്യൽ കീ വേണം. സ്പെഷ്യൽ കീ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം പോയിട്ട് എടുക്കുക. അത് വെച്ചിട്ടൊരു സ്ഥലം തുറക്കാൻ പറ്റും, പാർട്ട് ഓഫ് ഷോട്ട് ഗൺ. സ്പെഷ്യൽ കീ എവിടെ വെച്ചത്? സ്പെഷ്യൽ കീ അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, അപ്പോൾ അതാണ്. അത് നമ്മുടെ സിവർ എസ്കേപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്നു. കണ്ണും കാണാൻ വയ്യേ. എന്തായാലും നമുക്ക് സ്പൈഡർ കീ ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇനി തുറന്നിട്ട് അവിടെ പോയിട്ടുമുണ്ട് പരിപാടി. ഇവിടെ വയ്ക്കുക. അപ്പോൾ അത് തിരിഞ്ഞ് തോന്നും. പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ വെറുതെ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ആ ചുവപ്പ് ബട്ടൺ കാണുന്നില്ലേ, ആ ചുവപ്പ് ബട്ടൺ വെടിവെച്ചിട്ടാൽ ഒരു സ്പൈഡർ വരുന്നൊരു സ്പൈഡർ ഉണ്ട്, ആ സ്പൈഡർ വരാതിരിക്കും. പിന്നെ ഇവിടേക്ക് നേരെ ലൊക്കേറ്റ് ഇരിക്കുന്ന ബാത്റൂമിലേക്കാണ്. പിന്നെ ഇവിടെ ഇത് പൊളിച്ചിട്ട് നമുക്ക് വെക്കണം. കണ്ടില്ലേ, അതിനീടെ ഹാമറും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാൻ പറ്റും. നമുക്ക് എന്തായാലും ഇനി സ്പൈഡർ കീ എടുക്കാം. സിവർ എസ്കേപ്പ് സംഭവം ബാക്കിയുള്ളതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഈസിയാണ്, സാധനങ്ങൾ കുറവാണ്. കണ്ടില്ലേ, സ്പൈഡർ കീ പോലെ തന്നെയാണ് ഈ സേഫ് കീ. നമുക്ക് ഇനി സ്പൈഡർ കീ എവിടെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി വെക്കാം.
നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. എവിടെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടിയേക്കാം. ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലോ, അല്ലെങ്കിൽ കാണാത്തവരാണെങ്കിൽ ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട്. എന്താ ഞാൻ തരാം. ഇതിങ്ങനെ പൊളിക്കാൻ പറ്റും, കണ്ടില്ലേ? അത് നമ്മൾ മറ്റേ കാറിൻ്റെ സ്ഥലത്തെത്തും. നമുക്കിത് ഇവിടെ ഓക്കെ, ഇവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ മറ്റേ സ്ഥലം കണ്ടില്ലേ? എല്ലാമായിട്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പോയി വേറെ ഓരോ സ്ഥലങ്ങൾ കിട്ടും, കണ്ടില്ലേ? ഇവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ഈ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ തുറന്നില്ലേ ഒരു സ്ഥലം, അവിടെ ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇവിടെ രണ്ടെണ്ണത്തിലും ഇല്ല. ഓക്കെ, ഇവിടെയാണ് വീൽ ക്രാങ്ക് യൂസ് ചെയ്യേണ്ടത്. അതെ, നമ്മൾ കണ്ടില്ലേ ഒരു വട്ടം, അത് ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. അത് നമ്മൾ പോയ സ്ഥലമാണ്. പിന്നെ ഇതാ ഇവിടേക്ക് ഞാൻ പോയിട്ടില്ല. ഇവിടേക്ക് ഇവിടുന്ന് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ആവശ്യമാണ്. ഇവിടെയാണ് സിവർ എസ്കേപ്പിന്. ഇവിടെ ചെയിൻ കട്ടർ, പിന്നെ ഇവിടെ ഒരു വുഡൻ സ്റ്റിക്ക് നമ്മൾ കണ്ടില്ലേ. പിന്നെ അത് റെസ്റ്റി പാഡിലൊക്കെ. പിന്നെ ഇവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട് ഇവിടെ. പിന്നെ സ്പൈഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്തില്ലെങ്കിൽ പണി പാളും. നമുക്കിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ നോക്കി നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നമുക്ക് ഇവിടെ കൂടെ കളിക്കുക. നേരെ മുകളിൽ കയറുക. പിന്നെ മറ്റേ സ്പൈഡറിനത് കൊണ്ടുപോയി അങ്ങ് കൊടുക്കുക. കുറച്ചൊരു സംഭവം സെറ്റായി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയില്ല അല്ലേ. ഇനി ഞാൻ കാണിച്ചാൽ എവിടെ മീറ്റ് വെക്കണ്ടെന്നൊക്കെ. ചിലപ്പോൾ ആ സ്പൈഡർ നമുക്കിട്ട് പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ട്. വേഗം നമ്മളെല്ലാം ചെയ്യണം കേട്ടോ, ആ സ്പൈഡറിനെ കൊണ്ടുപോയി കൊടുക്കണതൊക്കെ. സ്പൈഡർ ഇതിലില്ലേ? ചിലപ്പോൾ മോഡിഫൈ ചെയ്താവും. മുമ്പ് കളിച്ച് നോക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് എന്തായാലും ഒരു സാധനം പൊളിക്കേണ്ട ഹാമർ എന്തായാലും വേണം. ഫ്രഞ്ച് നമുക്ക് എൻജിൻ പാർട്ട് കിട്ടിയിട്ടാണ് ആവശ്യം. ഇവിടെ നമ്മൾ ബെഡ്റൂമിലൊന്നും നോക്കിയില്ല. ലീവ് ദിസ് ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയാണ് യൂസ് റിമോട്ട് കൺട്രോൾ കണ്ടില്ലേ കാക്കയുടെ അടുത്ത്, അത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് ഇങ്ങനെ ഞെക്കുക. നമ്മളെ വയർ കട്ടറൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം. വയർ കട്ടർ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം. ചിലപ്പോൾ കട്ടിങ് ബ്ലേസ് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ഗ്ലിച്ച് വെർഷൻസൊക്കെ നോക്കിയപ്പോൾ ചില ഫാൻ മെയ്ഡ് സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതിലൊക്കെ സംഭവം ഉണ്ട്. എത്രയായിട്ട് വീഴുന്നില്ലല്ലോ ആശാനെ. ഇത് എൻജിൻ പാർട്ടല്ലേ? ഞാനിത് നോക്കിയില്ല കേട്ടോ.
ഓക്കെ, അത് പണിയാളി. കറക്റ്റ് ടൈമിൽ നമ്മളിങ്ങോട്ട് ചാടി. എന്നേ പറയാനുള്ളൂ, ഷിറ്റ്. നമുക്ക് എന്തായാലും ഇത് പറ്റുമോ നോക്കിയാൽ. പിന്നെ ഇതേപോലത്തെ വാല്യുബിൾ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എനിക്കൊരു ലൈക്ക് സബ്സ്ക്രൈബൊക്കെ തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാ ചെയിൻ കട്ടർ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റി തന്നെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നമുക്കതൊരു വീൽ ക്രാങ്ക് എടുത്തുകൊണ്ട് വരാം. ഇതിൽ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേക്കാം. നമ്മളില്ലേ ലിഫ്റ്റ്, അത് ലിഫ്റ്റാണ്. അവിടെ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് അടയ്ക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ കയറ്റി വിടാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കോഡ് കിട്ടും. ഇവിടെ 1, 2 എഴുതിയിട്ടില്ലേ, അതിൽ ഏതാ തുറക്കേണ്ടതെന്ന് കോഡിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ യൂസേജ്. എല്ലാം അങ്ങ് തുറന്ന് നോക്കാൻ പറ്റത്തില്ല. തുറന്ന് നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീരും. അത് വെടി വെച്ചിട്ടാവും. നമുക്ക് വീൽ ക്രാങ്ക് എടുത്തേക്കാം. വീൽ ക്രാങ്ക് നമുക്കൊരു സ്ഥലത്തിട്ട് ഇതാക്കാണ്ട്. എവിടെ ആ സ്പൈഡർ മാമി ഉള്ള സ്ഥലമില്ലേ, അവിടെ തന്നെ. ഓക്കെ, കൂടല്ലേ അത് തുറന്നു നോക്കേണ്ടത് ഏതാന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇവിടെ കോഡ് കണ്ടു. 1 ആണെന്നാണ് തോന്നുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ ചാടാനും പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് മറ്റേ എൻജിൻ പാർട്ട്, അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാർക്കി ഇല്ലാതൊരു പരിപാടി ഇല്ല കേട്ടോ. കാർക്കിയാണ് ഏറ്റവും മെയിൻ പാർട്ട്. ഇത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അത് ഗ്യാസോലിനെ കണ്ടിട്ടോ, അത് വെച്ചിട്ടും പരിപാടി ഉണ്ട്. പിന്നെ കണ്ട സ്പാർക്ക് പ്ലഗ് ഇല്ലേ, അതും നമുക്ക് കാർക്കിയും സ്പാർക്ക് പ്ലഗ് വരെ കിട്ടി. പിന്നെ കാർക്കി, പിന്നെ ഗ്യാസ് ക്യാനൊക്കെ ആ 2 സംഭവങ്ങൾ മാത്രം വേണ്ടത്. പക്ഷെ അത് കിട്ടാനാവും നമ്മൾ ഏറ്റവും പാട് വിടുക. അതാണ് പണി. ഓക്കെ, ഇതാ ഈ ചോപ്പിലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റായി. ഞാൻ സ്പാർക്ക് പ്ലഗ് കൊണ്ടുപോയിട്ടും വയ്ക്കാനുണ്ട്.
ഇതാ സ്പാർക്ക് പ്ലഗ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ ഇട്ടതാണല്ലോ. ഞാൻ കാർക്കും ഗ്യാസ് ഒഴിക്കാനും കൂടി മതി. ഈ പച്ചയില്ലേ അവിടെ ഞാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ സെറ്റായില്ലേ? ഓ എല്ലാ പാർട്ടും കിട്ടിയിട്ട് ഷോട്ട് ഗണ്ണിൻ്റെ. ഓക്കെ, നമുക്ക് എല്ലായിടത്തും കൊണ്ടുവരാം. മുകളിലൊന്നും കൂടി വെച്ചിട്ടുണ്ട്. എല്ലാം ആയി എന്നാണ് തോന്നുന്നത്. ആയില്ലേ? നോക്കിയില്ല. ഓക്കെ നോക്കാം. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. നമ്മളെ അടുത്ത് ആ സംഭവം കൂടി ഉണ്ട്, അതും കൂടി എടുക്കുക. പിന്നെ ആ കാക്കയും വെടിവെച്ച് കൊല്ലാം. പിന്നെ നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ കൊടുക്കാൻ പറ്റും. നോക്കി, ഗ്യാസ് നിൽക്കാൻ അവിടെ ഉണ്ട്. മൈ ഗോഡ്, വാട്ട് ഐ എം ജസ്റ്റ് ഡൂയിങ്. ഓക്കെ, നമുക്ക് നേരെ ഇറങ്ങി പോയേക്കാം. ഒരൊറ്റ കാർക്കി എന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവം മതി, നമ്മൾ എസ്കേപ്പ് ആവും. നമുക്കൊരൊറ്റ അമയെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഗ്രാനി 2-ൽ അങ്ങനെയല്ല. ഗ്രാനി 2-ൽ നമുക്ക് 2 എടുക്കാൻ പറ്റും. പിന്നെ ഗ്രാനി 3-ൽ വെപ്പൺ കീയിൽ നമുക്ക് 3 എടുക്കാൻ പറ്റും. ഇവിടേക്ക് വരിക, ഇവിടെ നിൽക്കുക, എന്നിട്ട് നോക്കി അങ്ങ്. ഓക്കെ, സംഭവം കിട്ടി. നമ്മളെന്തിനാ വെറുതെ ക്രൗച്ച് ചെയ്യുന്നു? അല്ല വേണ്ട, ഇത് താഴത്ത് ഇടാം. താഴത്തിടുന്ന കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാക്കയുടെ അടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് തുറന്നിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. എന്തെങ്കിലും പരിപാടി കിട്ടാതിരിക്കില്ല. ഇവിടെ ചെല്ലഞ്ഞാണ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യേണ്ട സ്ഥലം വരിക. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്രദമായ പാഡ്ലോക്കിയൊക്കെ കിട്ടിയാൽ മതി. പാഡ്ലോക്കി നമുക്ക് വളരെ ഉപകാരപ്രദമായ റെസ്റ്റി പാഡ്ലോക്കി ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പരിപാടിക്ക് മാത്രമായിട്ട്, അതായത് ഈ എന്താ മറ്റേ സിവർ എസ്കേപ്പിനുള്ള കുറേ സാധനങ്ങൾ കിട്ടി കേട്ടോ. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പിന്നെ ഒരു ചെയിൻ കട്ടറും കൂടി മതി. ചെയിൻ കട്ടർ ഒക്കെ അങ്ങ് മതി. വേഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ കാക്കയെ വെടിവെച്ച് കൊല്ലുക. പെപ്പർ സ്പ്രേ ഒന്നും ആവാതിരുന്നാൽ മതി. കാരണം പെപ്പർ സ്പ്രേ കിട്ടിയിട്ട് ആകെ കൂടി ഉപകാരം ഗ്രാനി ഉണ്ടാവുമ്പോൾ തന്നെയാണ്. ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് തീർന്നു. റിമോട്ട് കൺട്രോളിൽ എന്തെങ്കിലും ആവശ്യകരമായ സാധനങ്ങൾ കിട്ടിയാൽ തീർത്തും ഉപയോഗമാണ്. യൂസ് ചെയ്തോ? അയ്യോ, നമുക്ക് ഓക്കെ. ഓ, ചെയിൻ കട്ടറും കൂടി നമുക്ക്. ഓക്കെ, നമുക്ക് എല്ലാ പരിപാടിയും കിട്ടി മറ്റേതിനായിട്ട്. നമുക്ക് സിവർ എസ്കേപ്പിന് കുറേ സാധനങ്ങളായില്ലേ. റെസ്റ്റി പാഡ്ലോക്കി. ഞാൻ വുഡൻ സ്റ്റിക്കൊന്നും എടുക്കാനുണ്ട്, അതും കിട്ടുമല്ലോ. നമുക്ക് ഗണ്ണുണ്ടല്ലോ. ഓക്കെ, നമ്മൾ സിവർ എസ്കേപ്പ് നടത്താൻ ഉള്ള വഴികളായിട്ടുണ്ട്. നമ്മൾ ഷോട്ട് ഗൺ ഇവിടെ ഇട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇവിടെ അങ്ങ് കയറിയിട്ട് മറ്റേ കാക്കി നമ്മൾ കൊന്നിട്ട് അവിടെ ഇട്ടു. നമ്മൾ അപ്പം അത് ഓർത്തില്ല. സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. ശരിയാ, സ്ക്രൂ ഡ്രൈവർ കളയരുത്. ശരിക്കും 2 ലോഡ് ചെയ്യണത് കുറച്ചും കൂടി നല്ലതല്ലേ എന്നാണ് എൻ്റെ ചിന്ത.
2 ലോഡ് ചെയ്യാൻ പറ്റണം ശരി. പിന്നെ ഗ്രാനി 1-ലും 2-ലും 3-ലൊക്കെ എന്തെങ്കിലും ട്രിക്ക് വേണമെങ്കിലും പറഞ്ഞോളൂ. പിന്നെ ഈ ഫുട്ബോൾ ഏത് ഗെയിമും നമ്മൾ പിന്നെ പഠിച്ച് പറഞ്ഞിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ലാസ്റ്റ് അമ്മയാണ്. നമുക്ക് അതിനെ തീർത്ത് കഴിഞ്ഞാൽ സ്ഥലം അതാ നമ്മളെന്തുവാ കാണിച്ചേ. പക്ഷെ ഞാൻ അറിയാതെ അവിടെ പ്രസ് ചെയ്ത് പോയടേ. ഇവിടെ ഉണ്ടോ നോക്കണം. നമ്മളാകെ വൃത്തിയായിട്ട് പരിപാടിയാണ് ചെയ്തത്. ഞാൻ ബോധമില്ലാതെ ഇങ്ങനെ ഓരോ പരിപാടി കാണിച്ചുകൊണ്ട് അത്രയും ടൈം വേസ്റ്റായില്ലേ. പിന്നെ നേരെ ചെല്ലുക. അതിന് സ്ഥലമല്ലേ മുകളിൽ തന്നെ ഞാൻ ടച്ച് ചെയ്യും. ഞാനും പണിപാടിയാലേ. നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അടുത്ത്. ഓക്കെ, പറഞ്ഞിരിക്കുന്നു. ഇത് ഫ്രീസ് ട്രാപ്പ്. അത് വെച്ചിട്ട് നമുക്ക് ഗ്രാനിയൊക്കെ ഫ്രീസ് ആക്കാം. ഗ്രാനി അത് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സെക്കൻഡുകൾക്ക് ഈ ഗ്രാനിക്ക് എന്തോ ചെയ്യാനൊന്നും പറ്റാതെയാവും. 15 സെക്കൻഡോ ചിലപ്പോൾ 2 മിനിറ്റൊക്കെ ഉണ്ടാവും, അറിയില്ല. നമുക്ക് സിവർ എസ്കേപ്പിനുള്ള എല്ലാ പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിവർ എസ്കേപ്പ് തന്നെ ചെയ്യാം. നമ്മൾ ഇതിപ്പോൾ ഒരിക്കലും എസ്കേപ്പിനായിട്ട് ഉള്ള ഉദ്ദേശം കൊണ്ടല്ല, നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു തരാമെന്നുള്ള ഒരൊറ്റ നല്ല ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, 3 സാധനങ്ങളായിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവറും വീൽ ക്രാങ്കും കൂടി. വീൽ ക്രാങ്ക് സിവർ എസ്കേപ്പ് ഗ്രാനി ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം. പക്ഷേ ചിലപ്പോൾ അങ്ങോട്ട് വീഴില്ല. ഓക്കെ, ഇതൊന്നും ചിലപ്പോൾ വീഴാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളത് എടുത്ത് ചാടുക. ഓക്കെ, നമ്മൾ എടുത്ത് ചാടിയിട്ടുണ്ട്. ആദ്യം പോയിട്ട് ചെയിനെ നോക്കിയത്. ചെയിനെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തുറന്നിട്ടുണ്ട്. റെസ്റ്റി പാഡ്ലോക്കിയും കൂടി അവിടെ ഉണ്ട്. ഓക്കെ,
ഇത് അവിടെ ഇട്ടിട്ടില്ലേ? ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലേ? എന്നിട്ട് നമ്മൾ എടുത്ത് ചാടി അറിയാതെ. നമുക്ക് നേരെ ഇതിപ്പോൾ എസ്കേപ്പ് ആവാം. എസ്കേപ്പ് മീൻസ് പോവാം. ബാക്കിയുള്ള സാധനങ്ങളും എടുത്തങ്ങ് ചാടിയേക്കാം. വീൽ ക്രാങ്ക് നമ്മളോട് അപ്പോൾ വീൽ ക്രാങ്ക് ഗ്ലിച്ചായി പോയാ. വുഡൻ സ്റ്റിക്ക് എന്തായാലും ഇടാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. എന്തായാലും സ്ക്രൂ ഡ്രൈവറും കൂടി എടുക്കാം. ഒന്നും അലിഞ്ഞു ചേരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ വെച്ച് അധികം പണിയില്ല. ഇതുപോലെ മാസ്റ്റർ കീ ആവും കിട്ടുക. മാസ്റ്റർ കീ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഡോർ എസ്കേപ്പിനാണ്. ഇതാ ഇവിടെ ഈ വയർ കട്ട് ചെയ്യുക. പിന്നെ അതെ ഇവിടെ മാസ്റ്റർ കീ, ഇവിടെ പാഡ്ലോക്ക് കീ, ഇവിടെ ഹാമർ. ഇതൊക്കെയാണ് ഇതിൻ്റെ എസ്കേപ്പിന്. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴണം. വീണു. ഈ സാധനം എടുക്കുക, നമ്മൾ ചാടുക. ഓക്കെ, സംഭവം അതാ കോഗ് വീല് ആവശ്യമുണ്ട്. റെസ്റ്റി പാഡ്ലോക്ക് കീ, വീൽ ക്രാങ്ക് നമ്മൾ കളിക്കാലത്തിന് എടുക്കുന്നില്ല. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ വെച്ചിട്ടൊന്ന് തിരിക്കുക. അവിടെയായി. പിന്നെ ഇവിടെയാണ് റെസ്റ്റി പാഡ്ലോക്ക് കീ. അതും നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ഏകദേശം എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ കണ്ടൻറ്റ്സ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എസ്കേപ്പ് വേണമെങ്കിൽ അതും പറയുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എസ്കേപ്പ് കാണിച്ചു തരാമെന്നാണ്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ അവിടെ കിടക്കുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് റെസ്റ്റി പാഡ്ലോക്ക് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരത്തെ എസ്കേപ്പ് ആവാം. നമുക്ക് പറ്റുന്ന എസ്കേപ്പ് ഏതാണോ അത് നിങ്ങളെ പഠിപ്പിച്ചു തരാനായിരുന്നു. നമുക്കതായിട്ടുണ്ട്. വേഗം കിട്ടുന്ന എസ്കേപ്പ് നമുക്ക് ഇതന്നെ കിട്ടി. നമുക്ക് നേരെ ചെല്ലാം. ഓക്കെ, നമ്മുടെ ഈ ലിഫ്റ്റിൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് ആ സ്ഥലം ഓർമ്മിക്കാനുള്ള ടെക്നിക്ക്. ഓക്കെ ഓക്കെ, നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എപ്പിക് സിവർ എസ്കേപ്പ്. ആൻഡ് ദിസ് ഈസ് ദ എൻഡ്. ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.